ഹായ് എല്ലാ കൂട്ടുകാർക്കും സന വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് 2025 മോഡൽ ബലേനോയുടെ സിഗ്മ ബേസ് വേരിയന്റ് ആണ്. 2025 ഏപ്രിൽ മാസത്തിൽ ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് വരുന്നത്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. റീസെന്റ് നമ്മുടെ ചാനലിൽ ഒരു ഇഗ്നിസ് ഡെൽറ്റ വേരിയന്റ് ഇതാ കാണുന്ന വാഹനത്തിന്റെ വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് വന്നൊരു കമന്റ് ആണ് ഇഗ്നിസിനേക്കാളും കുറച്ചും കൂടി വാല്യൂ ഫോർ മണി ബലേനോയുടെ സിഗ്മ വേരിയന്റ് ആണെന്ന്. അതും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്തു. 2025 മോഡൽ ബലേനോ സിഗ്മ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 8 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങളൊരു ബേസ് വേരിയന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊരു ബലേനോ എടുത്തിട്ട് ആക്സസറീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട ബെസ്റ്റ് വേരിയന്റ് ഈ സിഗ്മ വേരിയന്റ് ആണ്. കാരണം ഡെൽറ്റയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 8,000 രൂപയൊക്കെ ഷോറൂമിൽ അഡീഷണലി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിഗ്മ വേരിയന്റ് ഡെൽറ്റയുടെ ലുക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ആകെ വരുന്നൊരു പ്രശ്നം നിങ്ങൾക്ക് ഇതിനകത്ത് ഓട്ടോമാറ്റിക് വരുന്നില്ല, ഈ ബ്ലൂയിഷ് ബ്ലാക്ക് കളർ പോലത്തെ കളറുകൾ വരുന്നില്ല എന്നുള്ളത് മാത്രമാണ്. വളരെ ലിമിറ്റഡ് കളറിലാണ് ഈ ബേസ് വേരിയന്റ് വരുന്നത്. പക്ഷേ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു ബേസ് വേരിയന്റിൽ തന്നെ മാരുതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ റീസെന്റ് ഒരു ട്രെൻഡ് അനുസരിച്ച് ബലേനോയുടെ ബേസ് വേരിയന്റ്, ഫ്രോങ്സിന്റെ ബേസ് വേരിയന്റ് ഒക്കെ എടുത്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ആളുകൾ ആക്സസറീസ് ചെയ്യുന്നത് കാണാം, ഷോറൂമിൽ നിന്നും പുറത്തു നിന്നും. അപ്പോൾ ആക്സസറീസ് ചെയ്യുമ്പോൾ നമുക്ക് വാറണ്ടി കട്ടാവാത്ത രീതിയിലുള്ള ആക്സസറീസ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ഈ വേരിയന്റിന്റെ ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് ബേസ് വേരിയന്റ് വരുന്നുണ്ട്. ഹാലജനാണ്, പക്ഷേ ഹൈ ബീമിൽ ലോ ബീം അതിനകത്ത് തന്നെ കൊടുത്തിരുന്നു. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. അതിന്റെ ടോപ്പിലായിട്ട് പാർക്ക് ലൈറ്റ് കാണാം. ഫുൾ ഹാലജനാണ്. ഫോഗ് ലൈറ്റ് വരുന്നില്ല. അതിപ്പോൾ നമുക്ക് ടോപ്പ് എൻഡിൽ മാത്രമാണ് ഫോഗ് ലൈറ്റ് വരുന്നുള്ളൂ. ഈ വേരിയന്റിലൊന്നും ഫോഗ് ലൈറ്റ് വരുന്നില്ല. ഫ്രണ്ടിലെ ബമ്പർ കാര്യങ്ങളെല്ലാം ഒരു ബോഡി കളറിൽ തന്നെയാണ് വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു 170 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ക്രോം ബാർ ഇതിനകത്ത് വരുന്നില്ല. ഈ ഒരു പോർഷനിൽ അത് ഫുൾ ബ്ലാക്ക് കളറിൽ വരുന്നു. പലരും ആ ക്രോം ബാർ ബ്ലാക്കിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് കാണാം. അങ്ങനെ നോക്കുന്നവർക്കും ഇത് തന്നെയാണ് നല്ലത്. പക്ഷെ ഇതിപ്പോൾ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ്. അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണെങ്കിൽ കുറച്ചുകൂടി കാണാൻ നല്ല ഭംഗിയായിരിക്കും. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 15 ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് ബേസ് വേരിയന്റ് തൊട്ടേ 185/65/15 ആണ് വീൽ സൈസ് വരുന്നത്. സീറ്റാൻ ആൽഫ ടോപ്പ് എൻഡ് 2 വേരിയന്റുകളാണ് 16 ഇഞ്ച് അലോയ് വീലുകൾ വരുന്നത്. ഇത് ബേസ് വേരിയന്റിൽ വൈറ്റ് കളറിലാണ് നമ്മളുടെ സ്റ്റീൽ വീൽസിന്റെ കളർ വരുന്നത്. നടുക്കൊരു സുസ്കിയുടെ ലോഗോയുടെ വീൽ ക്യാപ്പ് കൊടുത്തിരിക്കുന്നു. ഇനി അത് വീൽ കപ്പ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇൻഡിക്കേറ്റേഴ്സ് ഫെൻഡേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്. അത് ഹാലജനായിട്ട് വരുന്നു. മിറേഴ്സും നമുക്ക് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ്. ഡോർ ഹാൻഡിൽസും മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ്. ഇത് രണ്ടും നമുക്ക് ബോഡി കളറിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഏകദേശം 2,500 രൂപ അടുത്താണ് കോസ്റ്റ് വരിക. ഇപ്പോൾ പുറത്തുനിന്ന് ആക്സസറൈഡ് ചെയ്യുന്നത് പല സ്ഥലങ്ങളിലും മിറർ ഫോൾഡിങ് ഉൾപ്പെടെ അവർ അഡീഷണലി ചെയ്തു കൊടുക്കുന്നുണ്ട്. ഗ്ലാസുകൾ പ്ലെയിൻ ഗ്ലാസുകളാണ് വരുന്നത്. ഇത് ആക്സസറൈഡ് ചെയ്തിരിക്കുന്ന റെയിൻ ഗാർഡ്. നമുക്ക് റൂഫ് റെയിൽസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ബാക്കിൽ നോർമൽ ആന്റിനയാണ് കൊടുത്തിരിക്കുന്നത്. വേറെ എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും വശങ്ങളിൽ നിന്ന് വരുന്നില്ല. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ബേസ് വേരിയന്റ് ആയിട്ടുള്ള സിഗ്മയും ഡെൽറ്റയും തമ്മിൽ യാതൊരു ഡിഫറൻസും ഇല്ല. എല്ലാ ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇപ്പോൾ നമുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട്. സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് ആ ഒരു ഡിസൈൻ വരുന്നത്. ബാക്കിലെ ഗ്ലാസ് ഡീഫോഗർ ബേസ് വേരിയന്റ് തൊട്ടേ വരുന്നുണ്ട്. ടൈലൈറ്റ് സെക്ഷൻ കംപ്ലീറ്റ്ലി സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഒരു 3 ജുവൽ ടൈപ്പിൽ ടൈലൈറ്റ് കാണാം. ഈ ടോപ്പ് ലൈറ്റ്, സ്റ്റോപ്പ് ലൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റും ഹാലജനാണ്. ബാക്കിൽ 4 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. ഇവിടെ റിഫ്ലക്ടർ കാണാം. പിന്നെ നമുക്ക് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിൽ 60/40 സ്പ്ലിറ്റ് സീറ്റ് ബേസ് വേരിയന്റ് തൊട്ടേ കൊടുത്തിട്ടുണ്ട്. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം. നമുക്ക് ബൂട്ടിൽ വേറെ പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല. സ്പെയർ വീൽ ആ ഒരു സെയിം വൈറ്റ് ഫിനിഷിലുള്ള സെയിം സൈസായിട്ടുള്ള സ്പെയർ വീലുകൾ തന്നെ കൊടുത്തിരിക്കുന്നു. പാർസൽ ട്രേ കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറൈഡ് ചെയ്യാം. നമുക്ക് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് വരുന്നത്. ഒരു പിടിച്ചടയ്ക്കാനായിട്ടൊരു ഹാൻഡിൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം പറഞ്ഞ രീതിയിൽ ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷാണ്. കീലെസ് എൻട്രി കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇന്റീരിയറിലെ കളർ എല്ലാ വേരിയന്റുകളിലും ആ ഒരു ഡുവൽ ടോൺ കളറിൽ തന്നെയാണ് ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത്. ആ ഒരു 3 ടോൺ കളർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഡോർ പാഡിലേക്ക് വന്ന ഡുവൽ ടോൺ കളറാണ്. ഇവരെല്ലാം സോഫ്റ്റ് ടച്ച് ബേസ് വേരിയന്റ് തൊട്ടേ കൊടുത്തിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾ, നമുക്ക് നമ്മുടെ വിൻഡോസ് ലോക്ക് ആൻഡ് അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസും നമ്മുടെ സെൻട്രൽ ലോക്കിങ്ങിന്റെ ഓപ്ഷൻസും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഈ വേരിയന്റിൽ വരുന്നില്ല. ഗ്ലാസ് പ്ലെയിൻ ഗ്ലാസുകളാണ്. എനിക്ക് തോന്നുന്നു സീറ്റ വേരിയന്റിലാണ് UV പ്രൊട്ടക്റ്റഡ് ഗ്ലാസുകൾ വരുന്നത്. ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് കളറിൽ. സ്പീക്കർ ഗ്രില്ല് മാത്രമേ ഉള്ളൂ, സ്പീക്കർ വരുന്നില്ല. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും തന്നെ വരുന്നില്ല. ഇത് സീറ്റ് കവർ ആക്സസറൈഡ് ചെയ്തിരിക്കുന്നതാണ്. ഇതിപ്പോൾ ബേസ് വേരിയന്റ് ആണെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡെഡ് പെഡൽ കാണാം. കീ നമ്മുടെ ഡെൽറ്റ ആൻഡ് സിഗ്മ ഈ സെയിം കീ ആണ് കൊടുത്തിരിക്കുന്നത്. ട്രാക്ഷൻ കൺട്രോൾ, ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട്, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കണം. ഇവിടെ എല്ലാം നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാം. ഇവിടെ നമുക്ക് ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഹുഡ് ഓപ്പൺ ചെയ്യാൻ, ഫ്യൂൽ ഹുഡ് ഓപ്പൺ ചെയ്യാൻ ഇവിടെ താഴെ. ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എല്ലാ വേരിയന്റുകളുടെയും ഇന്റീരിയറിലെ ലേ ഔട്ടും കളർ ടോണും ലുക്കും കാര്യങ്ങളെല്ലാം എക്സാക്ട്ലി സിമിലർ ആണ്.
ഫീച്ചേഴ്സിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. ഇപ്പോൾ ബേസ് വേരിയൻ്റ് ആണെങ്കിലും അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീല് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്. കൺട്രോൾസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമുക്ക് സ്റ്റിയറിംഗ് വീല് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. ടെലസ്കോപ്പിക് ഉൾപ്പെടുത്തിയിട്ടില്ല. ലെതർ റാപ്ഡ് എന്നാൽ നോർമലാണ്. ഇതിനകത്ത് ഒരു ഗ്രിപ്പ് ആക്സസറൈഡ് ചെയ്തിരിക്കുന്നതാണ്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമുക്ക് ഒരു സ്പീഡോമീറ്ററും RPM മീറ്ററും അനലോഗായിട്ട് കൊടുത്ത് നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് മാത്രമേ വരുന്നുള്ളൂ. ഇപ്പോൾ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ പോലുള്ള ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല. നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് അതിനകത്ത് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. പിന്നെ അത്യാവശ്യം വേണ്ട ബേസിക് ആയിട്ടുള്ള ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, ടൈം, അങ്ങനത്തെ കാര്യങ്ങളാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഡെൽറ്റയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കും മാനുവലിലും ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററുള്ള ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ മ്യൂസിക് സിസ്റ്റം വരുന്നില്ല. നമുക്ക് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ആക്സസറൈഡ് ചെയ്യാവുന്നതാണ്. ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ചെയ്യാം. അതിപ്പോൾ ഡെൽറ്റയിലും സീറ്റ വേരിയൻ്റിൽ 7 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് വരുന്നത്. പക്ഷേ ആൽഫയിൽ മാത്രമാണ് നമുക്ക് ആ വലിയ 10 ഇഞ്ചിൻ്റെ സ്ക്രീൻ, 9 ഇഞ്ചിൻ്റെ സ്ക്രീൻ വരുന്നുള്ളൂ. നമുക്ക് ആക്സസറൈഡ് ചെയ്യുമ്പോൾ 10 ഇഞ്ചൊക്കെ ഈസിലി ആയിട്ട് ചെയ്യാവുന്നതാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹസാർഡ് ലൈറ്റിൻ്റെ കാണാം. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ബേസ് വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. USB അങ്ങനെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് വേറെ ഒന്നും തന്നെ വരുന്നില്ല. ഇവിടെയെല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ്. 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഗിയർ ലിവർ നമുക്ക് ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ചുറ്റുമെല്ലാം ഫുൾ ബ്ലാക്ക് കളറാണ് വരുന്നത്. സെൻറ്റർ ആംബ്രസ്റ്റ് കാര്യമൊന്നും തന്നെ വരുന്നില്ല. നമ്മളുടെ സീറ്റ് ബെൽറ്റ് ഫിക്സഡ് സീറ്റ് ബെൽറ്റുകളാണ്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, ക്വാർട്ടർ സൈഡിൽ സൺവൈസസ് വരുന്നുണ്ട്. മിറർ കാര്യങ്ങളില്ല. മാനുവൽ ഡിമ്മിങ്ങുള്ള IR VMs ആണ്. റീഡിംഗ് ലൈറ്റ് സെൻറ്റർ മൗണ്ടറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ റീഡിംഗ് ലൈറ്റ് കാര്യങ്ങളൊന്നുമില്ല. ടോപ്പിലായിട്ട് നമുക്കിവിടെ ഒരു ഡ്രൈവർ സൈഡിലും സൺവൈസസ്, ജസ്റ്റ് സൺവൈസസ് ടിക്കറ്റ് ഹോൾഡർ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. ആക്സസറി ചെയ്യേണ്ടവർക്ക് ബെസ്റ്റ് വേരിയൻറ്റ് ഈ ഒരു സിഗ്മയാണ്. ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഡോർ പാഡ് എല്ലാം ഡ്യുവൽ ടോൺ കളറിൽ കൊടുത്തിരിക്കുന്നു. നല്ല സോഫ്റ്റ് ടച്ച് കാണാം. പവർ വിൻഡോൻ്റെ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷിൽ കാണാം. സ്പീക്കർ ഗ്രില്ല് മാത്രമേ ഉള്ളൂ, സ്പീക്കർ വരുന്നില്ല. ബാക്കിലേക്ക് നമുക്ക് ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയെല്ലാം നമുക്ക് ചെറിയ സ്റ്റോറേജ് സ്പേസ് ആണ്. AC വെൻസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇതിപ്പോൾ ബേസ് വേരിയൻ്റ് ആണെങ്കിൽ നമുക്ക് 3 പോയിന്റ് സീറ്റ് ബെൽറ്റുകൾ വരുന്നുണ്ട്. 3 പേർക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സീറ്റ് 60-40 സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ബാക്കിലേക്ക് പാർസൽ ട്രേ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഈ വാഹനത്തിൽ റീഡിംഗ് ലൈറ്റ് നമുക്ക് സെൻറ്റർ മൗണ്ടറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ ഡെൽറ്റ വേരിയൻറ്റിൽ ഫ്രണ്ട് മൗണ്ടറായിട്ടുള്ള റീഡിംഗ് ലൈറ്റും കൂടി അഡീഷണൽ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബേസ് സിഗ്മ വേരിയൻറ്റിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ 2 എയർ ബാഗാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് ഈ ബേസ് വേരിയൻറ്റോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നാൽ ട്രൈഡാൻഡ് സ്റ്റാർട്ടർ 1.2 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിനാണ്. വിത്ത് 5 സ്പീഡ് മാനുവൽ മാത്രം. ബേസിക് മേലെ ഓട്ടോമാറ്റിക് വരുന്നില്ല. മൈലേജ് 24 കമ്പനി ക്ലെയിം ചെയ്യുന്നത്. ഒരു 18-20 ഇടയ്ക്കൊക്കെ ആവറേജ് മൈലേജ് എക്സ്പെക്ട് ചെയ്യാം. ഈ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏകദേശം 8 ലക്ഷം രൂപയുടെ അടുത്താണ് ബേസ് സിഗ്മ വേരിയന്റിന്. 8 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ബെസ്റ്റ് കാർ എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വിളിക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മാരുതി റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് ഡിവിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. പുതിയ വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിൽ എക്സിസ്റ്റിംഗ് ഓണർ ആണെങ്കിൽ നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ 8 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങളൊരു വാഹനം നോക്കുന്നുണ്ട്, നിങ്ങളൊരു മാനുവൽ കാർ എടുത്തിട്ട് നല്ല കംഫോർട്ടായിട്ട് റൈഡിങ് കംഫോർട്ടൊക്കെ തരുന്ന ഒരു മാനുവൽ ഹാച്ച് ബാക്ക് എടുത്തിട്ട് ആക്സസറീസ് ചെയ്യാനാണ് നോക്കുന്നത് എങ്കിൽ ബലേനോ ദ ബെസ്റ്റ് ആണ്. ഇപ്പോൾ ഓൺലൈനിലൊക്കെ ഇഷ്ടം പോലെ ബലേനോയിലും നമ്മളുടെ ഫ്രോങ്സിന്റെ ബേസ് വേരിയന്റിലൊക്കെ ആക്സസറീസ് ചെയ്യുന്നത് കാണാനുണ്ട്. നല്ല ഭംഗിയായിട്ട് പുറത്തുനിന്നൊക്കെ നല്ല പെട ലുക്കിൽ ആൾക്കാർ ആക്സസറൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്നവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കാറാണ് ശരിക്കും ബലേനോയുടെ ഈ ഒരു ബേസ് സിഗ്മ വേരിയന്റ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരുന്നു. മാരുതി റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. എക്സിസ്റ്റിംഗ് ഓണർ ആണെങ്കിലും പുതിയ വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളുടെ ഇൻസ്റ്റാ പേജിന്റെയും ഫേസ്ബുക്ക് പേജിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.